എങ്ങനെയാണ് മൊത്തത്തിൽ ഒന്നും പറയാനല്ല, സന്തോഷം തുടങ്ങണ്ടത്. നമ്മുടെ ഒരു വിന്റേജ് ലാലേട്ടം കിട്ടിയോ? പിന്നെ മൂടായിട്ട് നല്ല രസമുണ്ട് സത്യം പറഞ്ഞാല്, കരയിപ്പിച്ചാണ് ക്ലൈമാക്സിൽ. അതെ ചേച്ചി ഒരു രണ്ടു നോക്കറിയോ ചേച്ചി? പണ്ട് ചേച്ചി അല്ലെ നമ്മുടെ ഒരു പഴയ ലാലേട്ടം തിരിച്ചു വന്നു അല്ലായിരുന്നു, ആ ഒരു വൈബ് കിട്ടിയോ? അടിപൊളിയായിരുന്നു. മോഹൻലാലിന്റെ പെർഫോമൻസ്, ഡയറക്ഷൻ എല്ലാം പൊളിയായിട്ടുണ്ട്. എങ്ങനെയുണ്ട് മൊത്തത്തിൽ മേക്കിംഗ് കാര്യങ്ങളൊക്കെ? മേക്കിംഗ് അതെ, വിഷ്വൽസ് നല്ല അടിപൊളിയുണ്ട്, കാണാൻ നല്ല അടിപൊളിയായിട്ട് പടം എടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുണ്ട്. തരുൺമൂർത്തി പണി അറിഞ്ഞു പോണത് അടിപൊളി. പുള്ളിയുടെ ഇതിന് മുമ്പുള്ള 2 പടം നല്ല അടിപൊളി പടങ്ങളല്ലേ, ഓപ്പറേഷൻ ജാവേൻ, പിന്നെ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ BGM എങ്ങനെയുണ്ട്? BGM എന്ന് പറയാനല്ല, നമുക്ക് പടം ഇങ്ങനെ കണ്ട് ഇരിക്കാൻ തോന്നും. പടം ഇങ്ങനെ ഫുള്ള് കണ്ടിരുന്ന് നല്ല അടിപൊളിയായിട്ട് പടം എടുത്തിട്ടുണ്ട്. അടിപൊളി പടം വരെ ഒരു രക്ഷയില്ല, കിട്ടില്ല. മോഹൻലാലിന്റെ തിരിച്ചുവരവെന്നല്ല, എമ്പുരാന്റെ മുകളിൽ നിൽക്കുന്ന സിനിമ, ദൃശ്യത്തിന്റെ മുകളിൽ നിൽക്കുന്ന സിനിമയായിട്ട് നമുക്ക് അടിപൊളി കിട്ടില്ല പടം. നമ്മുടെ വിന്റേജ് ലാലേട്ടൻ എങ്ങനെ ഈ പുള്ളി ഇങ്ങനെ അഭിനയിക്കുന്ന ഭയങ്കര രസമായിട്ട് അഭിനയിച്ചിരിക്കുന്നു. ക്ലൈമാക്സ് ഒക്കെ പൊളിച്ചിട്ടുണ്ട്. നമ്മുടെ സാധാരണക്കാരുടെ ഇടയിൽ നടക്കുന്ന ഒരു സംഭവം തന്നെയാണ്. പക്ഷെ അത് ഇത്രയും ബിൽഡപ്പ് ആയിട്ട് കാണിക്കാൻ പറ്റിയ തരുൺമൂർത്തി എന്ന് പറയുന്ന ഡയറക്ടർ അടിപൊളിയാണ്. അതുപോലെ തന്നെ എന്റെ റൈറ്റ് ചെയ്തേക്കുന്ന പുള്ളി സെന്റിയൊക്കെ അടിപൊളിയാണ്. അവസാനത്തെ ഒരു ക്ലൈമാക്സിൽ മോഹൻലാലിന്റെ വിളിയുണ്ട് പോലെ ഒരു രക്ഷയില്ല, നമ്മളെ ഹൃദയം തകർന്നു. നമ്മുടെ സാധാരണക്കാരുടെ ഇടയിൽ നടക്കുന്ന ഒരു കഥയാണ്. പക്ഷെ ഇത്രയും പവർഫുൾ ആയിട്ട് ഈ സിനിമ ഇങ്ങനെ അവതരിപ്പിക്കാൻ പറ്റിയത് ലാലേട്ടന്റെ ഒരു രക്ഷയില്ല, പൊളിച്ചാട്ടിക്ക്. എങ്ങനെയുണ്ട് പറയൂ. ഇമോഷൻ കാരണം സംസാരിക്കാൻ പറ്റുന്നില്ല. ആണേ തകർത്ത് വാരി മോഹൻലാൽ. ചേട്ടന്റെ കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ട്, അത്രയ്ക്ക് ഇമോഷനാണോ? അത്രയ്ക്ക് ഇമോഷൻ. അവസാനമൊക്കെ കിടിലമായിട്ട് മോഹൻലാലിന് മാത്രമേ പറ്റുള്ളൂ. ആണോ? കിട്ടിൽ ഒന്നും പറയാനില്ല, വേറെ ലെവല് പടം അടിപൊളി. നമ്മുടെ ഇൻഡസ്ട്രി തൂക്കി. ഇനി നമ്മുടെ ലാലേട്ടന്റെ കാലം വരാൻ പോകുന്ന കാലക്ക് എന്ന് പറഞ്ഞാൽ കാലക്ക് പുള്ളിക്ക് മാത്രമേ പറ്റുള്ളൂ. അതുപോലത്തെ ആക്ഷനൊക്കെ എങ്ങനെയുണ്ട്? ഇമോഷണൽ ആയിട്ട് ഇറങ്ങി വരുന്നത് ഫസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ്. നിങ്ങൾക്ക് ഏതൊക്കെ മോഹൻലാലിനെ വേണം അതെല്ലാം തുടരുവില് തരുൺമൂർത്തി തന്നിട്ടുണ്ട്. വളരെ കണക്റ്റഡ് ആണ്. എല്ലാവർക്കും, ഫാമിലിക്കും ഫാൻസിനും എല്ലാ രീതിയിലും എൻജോയ് ചെയ്യാനുള്ളത് തരുൺമൂർത്തി ചെയ്തു വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. വളരെ ഇമോഷണൽ കണക്റ്റഡ് ആണ്. ഫാമിലിക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. സോ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിട്ട് തന്നെ ഒരുപാട് പറയാനുണ്ട്. പക്ഷേ എല്ലാ ടൈപ്പ് ലാലേട്ടറുണ്ട്. സൂപ്പർ പടം, അടിപൊളി സിനിമ. ഈ അടുത്ത കാലത്ത് കണ്ടതിൽ ഏറ്റവും നല്ലത്. എമ്പുരാനും കണ്ടതുണ്ട്. എല്ലാ തരം സിനിമകളും നമ്മൾ കാണാറുള്ളതാണ് മിക്കവാറും ആദ്യം തന്നെ. പക്ഷെ ഇത് തരുൺമൂർത്തിയെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു നമുക്ക് നിരാശയുണ്ടാവും. അപ്പോൾ പുള്ളി പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഓരോ ഫ്രെയിമും അവസാനമൊക്കെ ഭയങ്കര ഇമോഷണൽ ആയോ? സത്യം, ഒരു സങ്കടം ഇവിടെ കിടക്കണം. അടിപൊളി. എങ്ങനെയുണ്ട്? പൊന്നോ രക്ഷയില്ല, അടിപൊളി സിനിമ. ഇത്ര ഈ അടുത്ത് ലാലേട്ടന്റെ ഏറ്റവും കണ്ണു നിറഞ്ഞ ഒരു സിനിമ. ഒരു ദൃശ്യം ലെവലെടുത്ത് പറഞ്ഞതെങ്കിലും പക്ഷെ ഇത്രയും മെസ്സേജില്ല. അല്ല ആക്ഷൻ രംഗം ലാലേട്ടനും എല്ലാ ശോഭന കോമ്പ ഐസായിരുന്നു. ക്ലൈമാക്സ് എടുക്കുമ്പോൾ ഭയങ്കര ഇമോഷണലായി. മസ്റ്റ് തിയേറ്റർ വാച്ചാണ്. അടിപൊളി പടമാണ്. എങ്ങനെയുണ്ട്? അവസാനമൊക്കെ വിഷമമായോ? നല്ല ത്രില്ലിംഗ് ആയിട്ട് നല്ല രീതിയിലാണ് വന്നേക്കുന്നത്. നല്ല അടിപൊളി മേക്കിംഗ്. നമ്മുടെ ഇങ്ങനെയുള്ള ലാലേട്ടനാണോ നിങ്ങൾക്ക് വേണ്ടത്? തീർച്ചയായിട്ടും നല്ല അടിപൊളിയായിട്ട്. എങ്ങനെയുണ്ട് പറയാൻ? അടിപൊളി പടമാണ്. അടിപൊളി ലാലേട്ടൻ ഫാൻ ബോയ് പടം പോലെ തോന്നി. തകർത്തു. കണ്ണുകൾ നോക്കുന്ന സീൻസ് അടിപൊളിയാണ്. 2 വേർഷൻ ഓഫ് മോഹൻലാൽ ഉണ്ടായിരുന്നു. ഒരു കോമഡി ഫാമിലി വേർഷനും ഒരു കലിപ്പും ലാലേട്ടനുണ്ടായിരുന്നു. അല്ല മൊത്തത്തിൽ എങ്ങനെയുണ്ട്? വിഷ്വലും ട്രീറ്റ് ഒക്കെ എങ്ങനെയുണ്ട്? സൂപ്പറായിരുന്നു. റാന്നി അങ്ങനെയുള്ള ഭാഗമൊക്കെ കാണിക്കുന്നത് അടിപൊളി, ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ആ മൗണ്ടൻസും എല്ലാം ഭയങ്കര അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആണല്ലേ? പിന്നെ അവസാനമൊക്കെ ഇമോഷണൽ ആയോ? ഭയങ്കര ഇമോഷണൽ നന്നായി കരഞ്ഞു. ആണല്ലേ? ചേട്ടൻ എങ്ങനെ ഉണ്ടായിരുന്നു? എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? വളരെ നല്ല പടം, ഉഗ്ര ഫിലിം. മറ്റേ എമ്പുരാന്റെ ഒരു 30 മിനിറ്റ്സ് ഒന്നുമല്ലേ ഇതിനകത്ത്, പുള്ളി ത്രൂ ഔട്ട് പുള്ളി തന്നെ. ആണല്ലേ? പുള്ളിയുടെ ഷോ ആണ് പടം. തകർത്തു. നല്ല പോയി, കണ്ടിട്ട് എന്തായാലും കാണും. നമ്മുടെ പഴയ ലാലേട്ടൻ കിട്ടിയോ? ആണല്ലേ? എങ്ങനെയുണ്ട് മൊത്തത്തിൽ? എങ്ങനെയുണ്ടായിരുന്നു കഥയും കാര്യങ്ങളൊക്കെ? ആണല്ലേ? ബ്രോ എങ്ങനെയുണ്ട് ചേട്ടാ? ആണോ? ഫാമിലി ആയിട്ട് കാണാൻ വന്നിട്ട്? തീർച്ചയായിട്ടും. ആണല്ലേ? നല്ല പടം. മൊത്തത്തിൽ എങ്ങനെയുണ്ട്? ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ലൊക്കേഷൻസ്, എല്ലാം അടിപൊളിയാണ്. ആണല്ലേ? പറയേച്ചി. സൂപ്പർ പടം. ഇവിടെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്ന കാണുമ്പോൾ തന്നെ ഒരു ഫാമിലി എല്ലാവരും ഒരുമിച്ച് കാണാൻ പറ്റിയ പടമാണ്. വീണ്ടും നമുക്ക് ലാലേട്ടനെ തിരിച്ചു കിട്ടി. ഒറ്റക്കൊമ്പൻ കാട് കയറി എന്ന് പറയുന്ന അതേ ഒരു ഫീലാണ് നമുക്ക്. തരുൺമൂർത്തി ഇനിയുള്ള സിനിമകളിലൂടെ പറയും നമ്മളെല്ലാവരും. അതായത് പണി അറിയാവുന്ന ആളുടെ വയ്യൊന്നും പോലെ. തീർച്ചയായിട്ടും.
എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? പടം അടിപൊളിയുണ്ട്. അല്ലേ? നമ്മള് കാത്തിരുന്ന ലാലേട്ടനെ ഇപ്പഴത്തേക്ക് കൂടെ തന്നെ തിരിച്ചു കിട്ടിയിട്ടുണ്ട്. അടിപൊളിയാണ്. പൊളിച്ചു. അതെ. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ലാലേട്ടൻ പൊളിച്ചു സ്ക്രീനിൽ. ഒരുപാട് നാളിന് ശേഷം ഇങ്ങനെ കാണുമ്പോൾ വളരെയധികം സന്തോഷം. വിന്റേജ് ലുക്കാണോ ലാലേട്ടന്റെ? പിന്നെ ശോഭന മാം എല്ലാവരും അടിപൊളി. അല്ലേ? ബാക്കി മൊത്തത്തിൽ എങ്ങനെയുണ്ട് അവരുടെ മേക്കിംഗ് കാര്യങ്ങൾ ടോട്ടലി? ആ മേക്കിംഗ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. മെയിൻലി വൺ മാൻ ഷോ ആണ് ലാലേട്ടന്റെ. ശരിക്കും നല്ല പടം. എങ്ങനെയുണ്ട് മൊത്തത്തിൽ? എങ്ങനെയുണ്ട്? മൊത്തം അടിപൊളി പരിപാടി ആണല്ലേ? വൈബാണ് ഫുള്ള്. വൈബ മോഹൻലാൽ കിടിലോ. ബാക്കി അവരുടെ മേക്കിംഗ് അടിപൊളിയാണ്. ശരിക്കും അടിപൊളി.